ഇതിനെക്കുറിച്ച് ഏറ്റവും മികച്ച സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ചായക്കടയിൽ പോയാലാണ് ഏത് ആളുകൾ കൂടുന്നിടത്ത് പോയാൽ ആളുകൾ ഇതേക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ജനങ്ങൾ ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് നൽകിയിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഹോദരിമാരുടെ മെസ്സേജുകൾ എൻ്റെ ഫോണിൽ വന്ന് നിറയുകയാണ് എന്ന് ഈ മുസ്ലിം ലീഗ് നേതാവ് പറയുന്നു. ഇത് മുസ്ലിം ലീഗ് നേതാവിൻ്റെ മാത്രം പ്രശ്നമല്ല. നോക്കൂ, ഇവിടെ ഈ മലബാർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് UDFൻ്റെ MLA-മാരുടെ, UDFൻ്റെ അല്ല, കോൺഗ്രസിൻ്റെ MLA-മാരുടെ സ്വീകരണ പരിപാടികൾ നടക്കുന്നില്ല. നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കല്യാണ വീടുകളിൽ വളഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചെയ്യുകയാണ് ഇവരെ. അത് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. രണ്ട് നിലക്കാണ് അവർ ഇത് ഒന്ന് വൈകുന്നു എന്നുള്ളത്, പിന്നെ KC വേണുഗോപാലിൻ്റെ ഒപ്പം നിന്നു എന്ന് അവർ വിചാരിക്കുന്ന ആളുകളെയും അവർ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണഗതിയിൽ ലീഡർഷിപ്പിന് ഇത് മനസ്സിലാക്കുന്നവരെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. എന്താണ് പൾസ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ലീഡർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ലീഡർഷിപ്പിനത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആ പണി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെന്തോ ചില സംഗതികൾ അവരത് തടയുന്നു എന്നുള്ളതാണ്.